കണ്ണൂർ ഭാഗങ്ങളിൽ കല്യാണ സദ്യകളിലൊക്കെ സൈഡ് ഡിഷായിട്ട് കിട്ടുന്ന ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു 2-3 ദിവസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 3-4 ഈത്തപ്പഴം കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിത് രാവിലെയാണ് കേട്ടോ ഇത് കുതിരാനൊക്കെ ഇട്ടത്. അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ആദ്യം ആ ഒരു ബീട്രൂട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് അരച്ചെടുത്തത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അല്ലെങ്കിൽ അച്ചാർ പൊടി ആയാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വീണ്ടും വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിനാഗിരി മിക്സിൻ്റെ ജാറിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ബീട്രൂട്ട് കുതിർത്ത് വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതോ വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈത്തപ്പഴം ഒരുപാട് അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. അതുപോലെ പിന്നെ ഫ്രിഡ്ജിൽ നമുക്കൊരു ഒരാഴ്ചയോ 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബിരിയാണീൻ്റെ നെയ്ച്ചോറിൻ്റെ അതുപോലെ ഏത് റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നമ്മളങ്ങനെ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അച്ചാറായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്